സെറ്റ് സാരി ഞങ്ങൾ എടുത്തു നോക്കും, അവിടെ അന്വയിക്കും, എടുത്തു നോക്കും, അവിടെ അന്വയിക്കും. ഞാൻ വന്നിരിക്കുന്നത് ഇവര് വില കൂടിയ സാധനങ്ങൾ എടുക്കണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി. ഞങ്ങളെ കാണുമ്പോ നല്ല ലുക്ക് തോന്നും, പക്ഷെ ഞങ്ങൾക്ക് അത്ര റേറ്റിന്റെ ഒന്നും വേണ്ട. നോക്കുന്നവർക്ക് ചുറ്റുള്ളതൊന്നും കാണാനില്ല, ചേച്ചിനെ മാത്രം നോക്കുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എണ്ണിട്ട് ഇങ്ങനെ പിള്ളേര് ഇങ്ങനെ ഇത് ബ്ലൗസ് തരും അല്ലേ. വെറൈറ്റി മോഡലുകൾ കാണിച്ചതാണേ. അതെ, 5 വയസ്സ് കുറഞ്ഞു. മെറ്റീരിയൽ അടിപൊളിയാ. അതാ അതന്നെ, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. പിടിച്ചിക്ക് തെയ്യം വരുന്നത് കേട്ടോ. ആ ചിരി കണ്ട പാവം. ഈ സാരി ഞാൻ എടുത്തു, എനിക്ക് എന്തായാലും കറുപ്പ് ബ്ലൗസ് ഉണ്ട്. ഞാനേ സാരി ട്രയൽ നോക്കാന്ന് പറഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ നോക്കാന്ന് വിചാരിച്ച, പക്ഷെ ഇവര് മൊത്തം ഉടുപ്പിക്കുന്നുണ്ട് നമ്മളെ. പൃഥ്വിരാജിനെ രാജു എന്ന് വിളിക്കണ പോലെ അല്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. അതായത് ഇവരെ കൂടെ ഞാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നാള് ഇവിടെ ജയലക്ഷ്മിയിൽ പോയിട്ട് സാരി എടുത്തല്ലോ. പിന്നെ അവർക്ക് അന്ന് നമ്മൾ ഉച്ച തിരിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടാണ് പോയത്. അപ്പോൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അടയ്ക്കേണ്ട സമയമായി. അപ്പോൾ ഞങ്ങൾ പിന്നെ വരാം. പിന്നെ അതിൽ കണ്ടിട്ടുണ്ടാവും, സെറ്റ് സാരി ഞങ്ങൾ എടുത്തു നോക്കും, അവിടെ അന്വയിക്കും, എടുത്തു നോക്കും, അവിടെ അന്വയിക്കും. വില 8000 രൂപയുടെയാണ് ഞങ്ങൾക്ക് 2 പേർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത്ര വില എടുക്കാനായിട്ട് മനസ്സനുവദിക്കാത്തത് കൊണ്ട്, പിന്നെ സമയവും കഴിഞ്ഞ് പോയതുകൊണ്ട് ഞങ്ങൾ പോന്നു. അപ്പം ആ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സെറ്റ് സാരി എടുക്കുന്നുണ്ടെങ്കിൽ കുത്താമ്പുള്ളിയിൽ പോയിട്ട് എടുക്കാൻ പറയട്ടെ. അപ്പം അങ്ങടാണ് ഞങ്ങളുടെ യാത്ര. കുറേ നാളെ കുത്താമ്പുള്ളി എന്ന് പറയുന്നു. അങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 5-6 കൊല്ലം 6-7 കൊല്ലമാറായി. ഇതുവരെ കുത്താമ്പള്ളി പോയില്ല. അപ്പം ഇനി കുത്താമ്പള്ളിക്ക് പോകണമെങ്കിൽ അവിടെ പോയിട്ട് എന്താണെന്ന് അറിയാലോ നമുക്കില്ല. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. അതല്ല, അന്ന് ജയലക്ഷ്മിയിലേക്ക് പോകുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഇൻട്രോയിൽ ഒരു സീൻ ഉണ്ടാക്കി ചേട്ടൻ. 6 കല്യാണത്തിന് ഒരു സാരി എന്നെ ഉടുക്കുകയും ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം എടുക്കാൻ പോണത് സെറ്റ് സാരിയാണ്. അത് ചെറുട്ടൻ്റെ മോൻ്റെ കല്യാണം ഗുരുവായൂർ അമ്പലത്തിലാണ് കെട്ട്. അപ്പോൾ അങ്ങോട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് കെട്ടിൻ്റെ സമയത്ത് പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സാരി എടുക്കാൻ പോണേ. അത് ഒരമ്പലത്തിലേക്ക് എന്നല്ല, ഒരു 100 അമ്പലത്തിലേക്ക് വേണമെങ്കിലും ഈ സാരി തന്നെ മതി. സെറ്റ് സാരി, സെറ്റ് സാരി വേറെ 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 വേണമെന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ നിങ്ങൾ സെറ്റ് സാരി മാത്രം അല്ല, അത് മാത്രം മതി. ഇനിയിപ്പോ ഈ സാരി കേൾക്കണം, പറയണത് മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഏത് അമ്പലത്തിലേക്ക് പോകുമ്പോഴായാലും ഈ സെറ്റ് സാരി തന്നെ മതിയെന്ന്. അല്ലെന്ന് അപ്പോൾ സാധാരണ സാരി എടുക്കേണ്ട ആവശ്യമില്ല. കാശ് കളയണ്ടല്ലോ. ഈ ഒരെണ്ണം മാത്രം മതി. 50 കല്യാണത്തിന് അത് മതി. അയ്യോ, കോർപ്പറേഷൻകാർ മറ്റേ ഈ ഇത് കൊണ്ടുവരാൻ വരുന്നുണ്ട്, നമ്മുടെ ഈ പ്ലാസ്റ്റിക്. ഞങ്ങളുടെ കുത്താമ്പുള്ളിയിലെത്തി. വഴി കുറേ ദൂരമുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് 10-55 കിലോമീറ്റർ ദൂരെ ഇങ്ങോട്ട് വന്നത് എയർ ഹാൻഡ്ലൂംസിലാണ് ഞങ്ങൾ വന്നിട്ട് ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ ഉള്ള ഷോപ്പാണ് ഇവിടെ. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ കടകളുണ്ട് ഇവിടെ. അപ്പോൾ ചേട്ടന് അവിടത്തേനേക്കാളും ചേട്ടനെ ആകർഷിച്ചത് ഇതാണ്. ആകർഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭക്ഷണം കഴിക്കണ്ടേ? സമയം 1:30 2:20 അപ്പോൾ വിശക്കില്ലേ? 1:30 ഇപ്പോഴവിടെ എത്തിയല്ലേ. അപ്പം ഞങ്ങൾ ഭക്ഷണം ഇവിടെ കഴിച്ചു. എന്നിട്ട് ഇനിയാണ് കടയിലേക്ക് കയറാൻ പോകണത്. വണ്ടി തണലത്തിക്കുന്നിടാം. അപ്പം ഞങ്ങൾ ഇവിടേക്ക് കടയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഈ ചേട്ടൻ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ ഒന്ന് ചോദിക്കുന്നത് എന്തിട്ട് സംഭവം. അപ്പം ഞങ്ങൾ പറയാണ് ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. സ്ഥലത്തിന്റെ പേര് കുത്താമ്പള്ളി. കേളമ്പാറ. എൻ്റെ പേര് പ്രകാശ്. നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ എല്ലാം തികഞ്ഞവൻ ഭൂമിയിലില്ലല്ലോ. ഞങ്ങൾ പോയിട്ട് വരാം. ഇവിടെ ഉണ്ട് കുറേ ഏരിയ. സെറ്റ് സാരി നമ്മൾ പട്ടു സാരി നോക്കണം. രണ്ടും ഫസ്റ്റ് ഫ്ലോറാണ്. മോഹൻലാലിന്റെ പടക്കിൻ്റെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് സെറ്റ് സാരി പട്ടു സാരിക്ക് ഉള്ളത്. അപ്പം ഞങ്ങൾ ആദ്യം സെറ്റ് സാരി നോക്കട്ടെ. ഞാൻ വന്നിരിക്കുന്നത് ഇവര് വില കൂടിയ സാധനങ്ങൾ എടുക്കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകം നോട്ട് ചെയ്യാൻ വേണ്ടി ഇവരടുത്ത് നിൽക്കണമെന്നുള്ള. കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ ചേട്ടാ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടാവും. ചേച്ചി മൈക്ക് തരാം. ഇത് ഹാൻഡ്ലൂം, പ്യുവർ ഹാൻഡ്ലൂമാണ്. കോട്ടൺ നമ്മുടെ ഷോപ്പിൽ തന്നെ നടത്തുന്നതാണ് കൈത്തറി വിഭാഗം. അതിൽ കസവ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു.
ഇത് ടിഷ്യൂന്റെ ആണോ? അല്ല, ഇത് കോട്ടൺ. കോട്ടൺ. കോട്ടൺ വേണ്ട, ഞങ്ങൾക്ക് ടിഷ്യൂ വേണ്ട. ഓക്കെ. ഞങ്ങളെ കാണുമ്പോ നല്ല ലുക്ക് തോന്നും, പക്ഷെ ഞങ്ങൾക്ക് അത്ര റേറ്റിന്റെ ഒന്നും വേണ്ട. എല്ലാ റേറ്റിൻ്റെ ഉണ്ട് മാം ഇവിടെ. എല്ലാ റേറ്റിൻ്റെ ഉണ്ട്. റേറ്റ് കുറവ് വരിക. പിന്നെ പവർലൂമാണ്, അത് അടുത്ത സെക്ഷനാണ്. ഇത് പ്യുർ ഹാൻഡ്ലൂമാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ പവർലൂം എന്ന് വെച്ചാൽ മെഷീൻ മെയ്ഡാണ്. ഇത് കൈത്തറി വിഭാഗം മാൻ മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് റേറ്റ് വ്യത്യാസം വരും. ഇതിങ്ങനെ പല്ലു വരുന്നത് കേട്ടോ. ഇതിൽ വേറെ ഡിസൈൻ ഒന്നും വരുന്നത്. ഇത് എടുക്കായിരുന്നു എനിക്ക്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഉള്ളിൽ വേറെ ഡിസൈൻ വരുന്നത്. ഇത് ഇവിടെ ഇരിക്കട്ടെ ചേച്ചി. ഈ ടൈപ്പ് ആണെങ്കിൽ ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. നല്ല ഭംഗിയിട്ടല്ലേ? എനിക്കിത് നല്ല ഇഷ്ടമായി. പക്ഷെ ഞാൻ സെറ്റ് സാരി എടുക്കുന്നില്ല കേട്ടോ. സെറ്റിന്റെ ധാവണി ഉണ്ട്. ധാവണി മുകളിലാണ്. കസവ് ഇങ്ങനെ വീതിയുള്ള കസ ഉണ്ടല്ലേ? നല്ല ഇഷ്ടമായി. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. ചേച്ചി അത് ഇത് എടുത്തോ. കൊടുക്കാൻ തന്നാ നമുക്ക് കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. മാമിന് ഇങ്ങനെയാണോ വേണ്ടത്? ഇങ്ങനത്തെ അല്ലേ ചേച്ചി? ഇങ്ങനത്തെ ടൈപ്പ്. ഇങ്ങനത്തെ ഇത് വീതി വേണം, പിന്നെ ഇതിൽ നിറയെ ഡിസൈനും വേണം. അങ്ങനത്തെ ടൈപ്പില്ലേ? അത് വേണ്ട, ചെക്ക് വേണ്ടല്ലോ. ചെക്ക് വേണ്ട. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. രാജകലയാണ് അല്ലേ? നോക്കുന്നവർക്ക് ചുറ്റുള്ളതൊന്നും കാണാനില്ല, ചേച്ചിനെ മാത്രം നോക്കുള്ള ആൾക്കാർ. കൊടുത്തു കഴിഞ്ഞ രാജകലയാണ്. ഇവിടെ വീതി വേണം അതിന്റെ പോലെ. ഇതിന് ഈ സാധനം വന്നപ്പോ ഒരു പ്രത്യേക വെച്ചു നോക്കിക്കോളൂ. കണ്ട അത് മിറർ അതാ വെച്ചോക്കണ. അല്ല മാം നോക്കി അറിയാലോ എങ്ങനെ ഭംഗിന്ന്. കണ്ട സൂപ്പർ. ഇത് ഞാൻ നോക്കിയതാ. ചേച്ചിക്ക് വേറെ, ചേച്ചിക്ക് ഇത്തിരി കൂടി റേറ്റ് ഉള്ള എടുത്തോ. അതെ, എനിക്ക് റേറ്റ് കുറവിന്റെ മതി. ഇതാ നമുക്ക് മാറി മാറി കൊടുത്തുകൂടെ? വേറെ വേറെ ടൈപ്പ് ആകുമ്പോ അതേ അടിപൊളി സാധനങ്ങൾ വരുന്നു. അത് നല്ല ഭംഗിയല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇത് മതി, ഇത് മതി, ഇത് മതി. റേറ്റ് കേട്ടിട്ട് തീരുമാനിക്കാം. അല്ല, റേറ്റ് പ്രശ്നമൊന്നുമില്ല. നമുക്ക് നോക്കാം. നല്ല ഭംഗിയുള്ള സാധനം ലൈറ്റ് അല്ലേ. ഞങ്ങൾക്ക് ഇത് 3 ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ ഇരിക്കേണ്ടത് ഇതിലത്തെ ഒരെണ്ണം തെരഞ്ഞെടുക്കും ലാസ്റ്റ് പോവാൻ നേരത്ത്. ഇങ്ങനെ ഇങ്ങനെ എണ്ണിട്ട് ഇങ്ങനെ പിള്ളേരിങ്ങനെ ഉണ്ടാക്കില്ലേ, അതുപോലെ ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടാ. ചേച്ചി മാറ്റി പട്ടുസാരി മോളുടെ കല്യാണത്തിനാണോ? ആരെ? എൻ്റെ 20 കൊല്ലം. ഞങ്ങളുടെ ചേട്ടന്റെ മോളുടെ കല്യാണം, മോന്റെ കല്യാണം. ഞാനാണ് കല്യാണ പെണ്ണ് വെച്ചാൽ ഞാൻ നല്ല സാരി വിലയും നോക്കില്ലേ, ഏറ്റവും വില കൂടി നോക്കി എടുത്തിട്ട് പോയേനെ അല്ലേ. നമ്മുടെ തന്നെയാണെങ്കിലേ ഇത് ചേട്ടന്റെ മോന്റെ കല്യാണം. ആ പട്ടുസാരി ടെസ്റ്റ് ചെയ്യാൻ പറ. കണ്ണാട വെച്ചത് ശരിയായിട്ടില്ലേ? കണ്ണാട ഒന്നുകൂടി പോയിട്ട് മാറ്റാറുണ്ട്. പ്രായം കണ്ട ചർമ്മം തോന്നില്ല, തെറ്റിപ്പോയി. ചർമ്മം കണ്ട പട്ടുസാരി മുകളിൽ പട്ടുസാരി ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് അങ്ങോട്ട് പോവാം. പിന്നെ ധാവണിയോ? ധാവണി മുകളിലാണ്. ഇവിടെ ധോത്തീസൊക്കെ ഇവിടെയാണ്. പിന്നെ ചേട്ടന് മുണ്ട് നോക്കണം, കസവ് മുണ്ട് വാങ്ങിക്കണം ചേട്ടന്. കരകൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കേട്ടോ. അല്ല അല്ല, കോട്ടണില്. പച്ചയല്ല, ഒരു തിളക്കം, മൊത്തത്തില് തിളക്കം ഉണ്ടാവും. അതവിടെയാ? ഇത് വേണം. ഇത് ഇങ്ങനത്തെ, അതെ ഇങ്ങനത്തെ മതിയാ, ഇത്ര വീതിയുള്ളത്. പിന്നെ ഇതങ്ങനെ പ്രിന്റ് ടൈപ്പ് വരുന്നത്. പ്രിന്റ് ടൈപ്പ് വേണ്ട, വേണ്ടല്ലോ. ഇത് മതി. അപ്പൊ ഇത് എടുത്തു ചേച്ചിയെ. എന്തൊരു വേഗാലം എടുക്കല് ചേട്ടൻ്റെ. ഒരു 4-5 എടുക്കല് കഴിഞ്ഞു എടുത്ത്. ഇന്ന് നമുക്ക് പട്ടുസാരി എടുക്കാൻ പോവാ. പട്ടുസാരി നോക്കാൻ പോവാ. ധാവണി അതല്ലേ പറഞ്ഞത്? ധാവണി, ആ സെറ്റിന്റെ ധാവണി. ബ്ലൗസും ഈ സെറ്റിന്റെ കളറായിട്ട് തന്നെ അങ്ങനെയുണ്ട്. നോക്കാം നോക്കാം. കുഴഞ്ഞെടുക്കണതേ ഫാസ്റ്റ് മൂവിങ് ആണ് ഇപ്പൊ. അതൊക്കെ വില കുറവിന്റെ പട്ടുസാരികളാ.
മോള് പറഞ്ഞ പോലെ സെയിം ബ്ലൗസ് ഇത് കേട്ടോ. പിന്നെ ധാവണി. പക്ഷെ ധാവണി വേറെ കളറായി. ധാവണി ആ കളറിന് വേണോ? കേരളേനെ പച്ച പിന്നെ കോൺട്രാസ്റ്റ്. അതന്നെ പറഞ്ഞ പച്ച എനിക്ക് പോവും ലാസ്റ്റ്. ഇത് മതിയാ? ഇങ്ങനെ വേണം, നന്നായിരിക്കും. ഇത് ഭംഗിയില്ലേ വൈൻ റെഡ് ഉണ്ടാ? ഇങ്ങനത്തെ ഇല്ല ടിഷ്യൂന്റെ അങ്ങനെ ജെറി വർക്ക്. ഇതാണ് ബ്ലൗസിന്റെ തുണിയില്ലേ? ബ്ലാക്കാണ് എൻ്റെ ഉണ്ട് ബ്ലൗസ്. മെറൂൺ എന്താ? മിറർ വർക്ക്. മെറൂൺ എന്താ ഇഷ്ടല്ലേ? തെയ്യത്തിന്റെ വേണം അതോട്ടെ. അത് കുഴപ്പമില്ലല്ലോ. ബ്ലൗസ് വരും. ഈ മെറൂൺ കുഴപ്പമില്ലേ? ഇപ്പം എന്നെ പറഞ്ഞ നാവ് വായിലേക്ക് ഇട്ടുള്ളൂ. മെറൂൺ എനിക്ക് ഇഷ്ടമില്ല. അത് കുഴപ്പമില്ല. ധാവണി നമുക്ക് രണ്ടുപേർക്കും കയറി കളാര വണ്ണണ്ടത്. അല്ല അത് വള്ളിയാണല്ലോ, കറക്റ്റ് ചെയ്യാലോ. വിലയും കൂടിയും കേട്ടാലാ ചേട്ടന് ഇഷ്ടമായോ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. വിലയൊക്കെ നല്ല സ്മൂത്ത് റേറ്റ് അവിടെ. ഇത് കുഴപ്പമില്ല, ഭംഗിയുണ്ട് കേട്ടാ. ഇനി വേറെ നോക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇതെന്തത്? ഇത് ധാവണിയല്ലല്ലോ. അല്ല അല്ല, ഞാൻ മോഡല് കാണിച്ചതാണ്. ഇത് കുഴപ്പമില്ലല്ലോ. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പോലെ ഇരിക്കില്ലേ? ധാവണി വരുന്നുണ്ട്. ടൈപ്പ് ഉണ്ട്. ഇത് ബ്ലൗസ് വരും അല്ലേ? വെറൈറ്റി മോഡലുകൾ കാണിച്ചതാണേ. ഇതെടുക്കാലെന്ന് വെച്ചാ ധാവണി വേണ്ടല്ലേ? ധാവണി വേണ്ടാന്ന് വെച്ചാലോ ഇങ്ങനത്തെ പാവാടി. ഏതാ മോളെ വേറെ കളറ് വേണ്ട? ഷോർട്ടാക്കിയിട്ട് ബ്ലൗസ് ഇതേ ബ്ലൗസ് ഷോർട്ടാക്കി കടിച്ച് നല്ല സ്റ്റൈലായിരിക്കും. കളേഴ്സ് നോക്കിക്കോട്ടോ. അതാ ബ്ലൗസ് വരും. ഇതിന്റെ കളർ ചേഞ്ചുകൾ അതാ കോഫി ബ്രൗൺ, റെഡ്, മജന്ത. ഇള്ളേല് കാണിച്ചേലും ഭംഗി തോന്നിയത് ഇതാ. ഡാർക്ക് ഗ്രീൻ. വില കുറവേ ഉള്ളൂ ഇവിടെ. വില കുറവ്. അപ്പ ചേച്ചി പറഞ്ഞ കേട്ടാ വില കുറവാണോ ഒന്ന് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വില കുറവേ ഉള്ളൂ. ഇതെടുത്താലോ? ഇത് ഭംഗിയില്ലെങ്കിലും എടുത്തു. ഭംഗിയില്ലെങ്കിലും മോള് വെച്ചു നോക്ക്. എന്താ ഭംഗി ഇല്ലാതിരിക്കാൻ ഒരു കാരണം? എനിക്കൊന്നും കാണാനില്ലല്ലോ. ഞാൻ അതിൽ നോക്കിയിട്ട് എന്നിട്ട് കാര്യം. ഇതാണ് ബ്ലൗസേ. ഇതാണ് ബ്ലൗസേ. ഈ സാധനം ഇങ്ങനെ എടുക്കണല്ലേ? കഴിഞ്ഞിട്ടില്ലേ? ഇനി ബ്ലൗസ് ഇടും. ഇത് രണ്ടും ഇട്ടാ മതിയാ? പുതിയ ഫാഷൻ. ഇതിങ്ങനെ അല്ലാട്ട വരാ. ഇത് നെക്കിന്റെ അവിടെ വരാ ഈ ഡിസൈൻ. നമുക്ക് അങ്ങനെ ഇതിന്റെ താഴത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ. അത് മോഡല് വെറൈറ്റി ആയില്ലേ? അപ്പൊ ഇതാണ് ഞാൻ എടുക്കാൻ പോണേട്ടാ. സെറ്റ് സാരി എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ സെറ്റിന്റെ ധാവണി എടുക്കാന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഇപ്പം ഇതാക്കി. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് അതാണ്. യെസ്. ഇതിന് കുറെ കളർ ചേഞ്ചുകൾ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡാർക്ക് ബ്ലൂ ആണ്. മജന്തയുണ്ട്. മജന്തയുണ്ട്. കുറെ കളറുകൾ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് കേട്ടോ, മോഡല് കാണിക്കാണ്. ചേച്ചിക്ക് നോർമൽ കുർത്തികൾ നോക്കുകയാണ് കേട്ടാ. ഇങ്ങനത്തെ ഇടില്ല? ഇതൊക്കെ ചെയ്യും. കോളർ ഉള്ളത് മതി എന്ന് ചേച്ചിക്ക്. പക്ഷെ ഷേപ്പാക്കി തരലൊക്കെ ഞാൻ ഏറ്റു. ഇങ്ങോട്ട് വാ. അതെ, 5 വയസ്സ് കുറഞ്ഞു. 15 വയസ്സാ? 5 വയസ്സ്. നോക്കാനാ? ഇത് നോക്കിയേ. എന്നെ പിടിക്കട്ടാ. എന്നെ പിടിക്കേ. ഞാൻ അവിടെ പിടിക്കാം. ചേച്ചി മുകളിൽ പിടിക്കും. ഇതിങ്ങനെ പിടിക്കും. ഇതിങ്ങോട്ട് തന്നെ. ഇത് ഇടുമ്പോൾ നല്ല ഭംഗിയുണ്ടോ? പച്ചയുണ്ട് ഇതുപോലെ തന്നെ എനിക്കുണ്ട്. ഇവിടെ തന്നെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇവിടെ പിടിക്കും. ഇങ്ങനെ പിടിച്ചു. ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കിയാൽ മതി. സൂപ്പറാ. നല്ല സ്റ്റാൻഡേർഡായിട്ടുണ്ട് സാധനം. എനിക്ക് പണി. അത് സാറില്ല. ചേച്ചി ഏത് പാതിരാത്രിക്ക് ഏത് ഇരുട്ടത്ത് പോയി നിന്നാലും എല്ലാം ചേട്ടൻ കാണാം.
അപ്പം ഇത് മാത്രമേ ഇപ്പം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ? ഷേപ്പാക്കി തരാം. പക്ഷെ അത് നന്നായിട്ടുണ്ട് മാം. അത് ഭംഗിയുണ്ടല്ലോ, ആ കളർ ഭംഗിയുണ്ട്. നോർമൽ അത് പക്ഷേ ഇതുള്ള തന്നെയാണ് ഒക്കെ അല്ലേ, സ്ലിറ്റ് ഉള്ള തന്നെയാണ്. ഇതെടുത്ത് വെച്ചേ മിണ്ടരുത്. ഞാനിടുന്ന പോലത്തെ ഭംഗിയുണ്ടാവും, ഭംഗിയുണ്ടാവും ഇല്ലേ? നോട്ടെ വെച്ച കയറ്റി വെച്ച് ഭംഗിയില്ലേ? ഇത് ചേച്ചിക്ക് ഭംഗി ഉണ്ടാവില്ലേ? മെറ്റീരിയൽ അടിപൊളിയാ. പ്രായം കുറഞ്ഞു അപ്പൊ ഇത് അതാ അതന്നെ, പ്രായം ഇനി ഇതിന് വലിയ കോംപ്ലിമെന്റ് കിട്ടാനില്ല. ഇത് ഭംഗിയുണ്ടല്ലോ, പിടിച്ചേ കണ്ടാ? ഇത് ഭംഗിയുണ്ട് ചേച്ചിയെ, നോക്കി ഇത് ഭംഗിയില്ലേ? ആ ഇത് ഭംഗിയുണ്ട്. അതൊക്കെ കുറയ്ക്കാം. ഷോൾഡർ കറക്റ്റ് ആണേ. ആ ഷോൾഡർ കറക്റ്റാ, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. സിമ്പിൾ സിമ്പിൾ ആൻഡ് ഹംബിൾ. അല്ല കാര്യമായിട്ട് പറഞ്ഞാ ഞാന് നല്ല തുണിയല്ലേ, എടുത്തോ ചേച്ചി, എത്ര എണ്ണം വേണമെങ്കിൽ എടുത്തോ. ഇവരുടെ ഓരോന്നോരം എടുക്കുമ്പോ പ്രായം കുറവാണ് പറഞ്ഞില്ലേ, കടലത്തെ മുഴുവൻ സാധനത്തിൽ വാങ്ങിച്ച് കൊണ്ടുപോകും. ഓരോന്ന് വെച്ച് നോക്കുമ്പോ ചേട്ടൻ പറയണ് 5 വയസ്സ് പറഞ്ഞു, 10 വയസ്സ് പറഞ്ഞു. വീട്ടിൽ കൊടുക്കാനായിട്ടുള്ള മുണ്ട് നോക്കാണ് ചേട്ടന്. അല്ല ചേട്ടന് കാവി മുണ്ട് എടുക്കാൻ വന്നതാ. ഇത് കൊടുക്കും, ഇങ്ങനത്തെ കളർ കൊടുക്കോ? പച്ച പിടിച്ചിക്ക്. കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധയ്ക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഒരു കാറിന്റെ കീ കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥർ റിസപ്ഷൻ കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ്. പിടിച്ചിക്ക്, ഇതൊന്ന് പിടിച്ചിക്ക്. ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് ഇപ്പത്തെ ട്രെൻഡാ അതല്ലേ. ചേട്ടൻ പിടിച്ചു നിക്കണ്ട, ലൂസിലിടാ. ചേട്ടൻ ഷേപ്പാക്കില്ലല്ലോ. കഥകളി സോഫ്റ്റാ, ഭയങ്കര സോഫ്റ്റ്. അതന്നെ അലിഞ്ഞു പോവും, അതുപോലത്തെ ഒരു മുണ്ട് അല്ലേ? ഭയങ്കര സുഖമായിരിക്കും. അഴിഞ്ഞു പോണത് അറിയില്ലേ, അത്ര സുഖമായിരിക്കും. പറയരുത്. മുണ്ടെടുക്കുമ്പോ അടിയിലെന്തെങ്കിലും ഇടണം മാത്രം, വേറെ ഒന്നും ഇല്ല. അല്ല ഉടുക്കാറാണ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കും അല്ലേ? ഇതെടുക്കണ്ട അല്ലെങ്കിൽ ഓരോ ഡ്രസ്സ് എടുക്കണം, തൊട്ട് താങ്ക് ചെയ്യാനാ, ഇട്ടിട്ടെങ്കിലും പോവാ തന്നെ. ഈ മുണ്ട് മാത്രമായിട്ടില്ലേ? മുണ്ട് മാത്രമായിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് അവിടെ നോക്കാം, അപ്പുറത്ത് നോക്കാം. അതെ വ്യത്യാസമല്ല. എന്നാ ഒരാളമാര് ആദ്യം പോയി വാങ്ങിച്ചാലോ? ഷർട്ടുകളൊക്കെ ഉണ്ട് കേട്ടാ, കുറേ ഉണ്ട് കേട്ടാ, നോക്കണില്ല. ചേട്ടൻ മടുത്തു. ചേട്ടൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നാൽ മതി എന്ന് വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ചേട്ടാ വണ്ടി ഓടിച്ച് പറ്റിയല്ലോ, അപ്പൊ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് തിരിച്ചു പോയാ പോരെ? ജ്യൂസ് കുടിക്കാൻ. അതിന് ജ്യൂസ് കുടിക്കാൻ പോവാന്ന്. ഇവിടെ ലിഫ്റ്റിന്റെ ഉള്ളിലാണോ ജ്യൂസ് കൊടുക്കുന്നത്? ഇതിലിറങ്ങണ്ടേ? നമ്മൾ ഹാൻഡ്ലൂമിൻ്റെ സെറ്റ് സാരികൾ നോക്കിയിട്ട് അതിലൊരു 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ പവർ ലൂം എന്ന് പറയുന്നത്, അതായത് മെഷീൻ മെയ്ഡ് സാധനമുണ്ട്, പവർ ലൂം എന്ന് പറയും. അതിന് റേറ്റ് കുറവാണ്. ഹാൻഡ്ലൂമിൻ്റെ പോലെ അത്ര റേറ്റ് ഇല്ല. അപ്പോൾ അത് ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കാവുന്നതാട്ടാ. ചെക്കിൽ വരുന്നത് കേട്ടോ, കോട്ടണിൽ ചെക്ക് ടൈപ്പ്, കോപ്പറിൽ ചെക്ക്, ഇത് സിൽവറിൽ സ്ട്രൈപ്സ് കേട്ടോ, കോട്ടണിൽ. ഇത് ഭംഗിയുണ്ട്.
അത് ഇടുക, ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മലും മാലയ്ക്കിടാം. പക്ഷെ ഇത് ഉടുക്കുമ്പോൾ ഇതാവും ചേച്ചിയെ പൊന്തിക്കൂ. ഇല്ല ഇതിലിപ്പോൾ ഒരു സ്റ്റാർച്ച് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതാ കോപ്പറിൽ തെയ്യം വരുന്നത് കേട്ടോ. സ്ട്രൈപ്സ് മാത്രമായിരിക്കും, പക്ഷെ നല്ലൊരു ഐറ്റാണ്. ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. ഇത് ഈ കല്യാണ പെൺകുട്ടികൾക്കൊക്കെ പോണ സാരിയാണ്. കോട്ടണിൽ ജെറി കൂടുതൽ വരുന്നത് കേട്ടോ. കെട്ട് സമയത്തൊക്കെ ഉടുക്കില്ലേ, അങ്ങനത്തെ വരും. ഇതാ ആന മയില് വന്നു, മയില് വന്നു. ഇതൊക്കെ ടിഷ്യൂ ആണ്. ഉണ്ടാ ബോർഡർ മാത്രം വരുന്നത് പ്ലെയിൻ ടിഷ്യൂ ആണ്. അങ്ങനെ വരും. ഇതെടുക്കുന്നുണ്ടോ? ഇതെടുക്കാം. ഈ സാരി 600 രൂപയുടെ ഒരു സാരി എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലല്ലോ. നമുക്ക് ഒരെണ്ണേ കിട്ടിയില്ലേ. ആ ചിരി കണ്ട പാവം. കുറച്ച് കഴിഞ്ഞ് അവിടെ കിടന്നുറങ്ങും. കിടക്കാനുള്ള സ്ഥലമുണ്ട് ചേട്ടന്. പതുക്കെ 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 ചെരിയും. ഈ സാരി ഞാൻ എടുത്തു. എനിക്ക് എന്തായാലും കറുപ്പ് ബ്ലൗസ് ഉണ്ട്. ലോഡ് തരം തോർത്തുണ്ടല്ലോ, പല കളറുകൾ. നമ്മളിങ്ങനെ ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തി. വീണ്ടും ബാക്കി എല്ലാതും നോക്കി കഴിഞ്ഞിട്ട് ഇനി പട്ടുസാരി നോക്കാൻ വന്നിരിക്കുകയാണ് കേട്ടാ. നോക്കിക്കോളൂ കേട്ടോ കളേഴ്സൊക്കെ. ആ കളർ കുഴപ്പമില്ലാന്നോ? ഏതാ? ഇതാ കരിനീലയോ? ഇത് നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഈ സാരി ഇങ്ങനെ മേല് വെച്ചിട്ട് ട്രയൽ ചെയ്ത് തരും. അത് നമ്മൾ സെലക്ട് ചെയ്തതാ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഇങ്ങനെ ഫുൾ ജെറി വർക്കും കോൺട്രാസ്റ്റും വരുന്നത് കേട്ടോ. ജെറി വർക്ക് എന്നാണ് അതിനെ പറയാ അല്ലേ? കസവിന് അങ്ങനെ പറയാം. കസവിൻ്റെ വർക്ക് വരുന്നതിന് കുറച്ചും കൂടി കണ്ട ഇങ്ങനെ കോൺട്രാസ്റ്റ് വരും. അയ്യോ, കല്യാണ പെണ്ണുങ്ങൾക്ക് പറ്റിയ സാരി ഇത് അല്ലേ? ഓവറാവും. ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞത് ഓവറാവും. സാരി ട്രയൽ ചെയ്യാൻ ഇതൊന്ന് എനിക്ക് വെച്ചുതരും. എൻ്റെ മുന്നോ എന്ത് അതേ ഭയങ്കര ഭംഗി, ഓവർ ഭംഗി. ഇത്രയ്ക്ക് ഞങ്ങൾക്ക് വേണ്ട. കല്യാണ പെണ്ണിനെ ആരും നോക്കില്ലേ? വേണ്ട. അത് ഞാൻ വെറുതെ പറഞ്ഞത്. ഇത് കുഴപ്പമില്ല, ചെറിയ വർക്കുമാണ്. റേറ്റും കുഴപ്പമില്ല. ചെറിയ വർക്കാ. റേറ്റ് വളരെ കുറവാ. നമ്മൾ ഇങ്ങനത്തെ സാരി കാണുമ്പോ നമ്മൾ മനസ്സിൽ വിചാരിക്കണ റേറ്റിന്റെ പകുതി പോലും വരുന്നില്ല. അതാണ് അതാണ് അതാണ്. ആ പച്ചയോ? ആ പച്ച എന്ത് സൂക്ഷിച്ചിട്ടാ ചേച്ചി എടുക്കണേ. കുഞ്ഞേ കുട്ടികളെ എടുക്കണ പോലെ എടുക്കണത് സാരികള്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും അറിയാലോ. അതൊക്കെ പറയണം. ഒരു സാരി ഉടുത്ത് നോക്കാൻ പോവാണ് കേട്ടാ. ഇവരുടുക്കണ കാണുമ്പോ തോന്നും നമ്മളിത് 2 മണിക്കൂർ നേരം ഇരിക്കണം ഇത് കിട്ടണമെങ്കിൽ. ഞാനേ സാരി ട്രയൽ നോക്കാന്ന് പറഞ്ഞപ്പോൾ വെറുതെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ നോക്കാന്ന് വിചാരിച്ചാൽ, പക്ഷേ ഇവര് മൊത്തം ഉടുപ്പിക്കുന്നുണ്ട് നമ്മളെ. ശരിക്കും ഉടുത്ത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ണാട കാണുമ്പോൾ ഇങ്ങോട്ട് പിടില്ല, പാലും പിടില്ല. സൂപ്പർ. കുറച്ചും കൂടി കുറയ്ക്കൂ ഭംഗിയുണ്ട്.
നമ്മളിങ്ങനെ കൈത്തറി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളോ, അത് ഇവിടെ ആ ചേട്ടൻ്റെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടാ, നെയ്യുന്നു. അപ്പൊ ഇവിടെ നിന്ന് നെയ്യണ സാധനമാണോ നമുക്ക് കിട്ടണത്? ആ, നെയ്ത് വരുമ്പോ ഇങ്ങനെയാവും അല്ലേ? എന്താ നമ്മളിപ്പോ നോക്കിയ ഹാൻഡ്ലൂം സാരി ഉണ്ടല്ലോ, നമ്മുടെയാണേ ഇവിടെ നിന്ന് നെയ്യും ഇത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. ആളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. നാഗരാജേട്ടൻ, ഞങ്ങളുടെ നാഗരാജണ്ണൻ. അതായത് അത് പാവും ഇത് മൂടും. അപ്പോൾ ഈ ഭാഗത്തുണ്ടെങ്കിൽ ലെഫ്റ്റ് കാലം പ്രസ് ആക്കുമ്പോൾ മൈക്കന്നെ പേടിക്കണില്ലേ, ഇത് കുറേ എടുത്തിട്ടുണ്ടല്ലേ ഞങ്ങൾക്ക്. അപ്പോൾ പാവും ഓടും. അപ്പോൾ ഈ ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തുണ്ടെങ്കിൽ ലെഫ്റ്റ് കാൽ പ്രസ് ആക്കുന്നതാണ്. ഇതാ ഈ ഭാഗത്തുനിന്ന് വലിച്ചു കഴിഞ്ഞാൽ നൂല പോകുന്നു. അപ്പോൾ ഇത് അടുപ്പിക്കുകയാണ്. പിന്നെ റൈറ്റ് കാൽ ചവിട്ടുമ്പോൾ ഇത് താഴോട്ട് പോകും, ഇതുവരെ കൊണ്ടുപോയിട്ട് അടിക്കും. അപ്പോൾ ഇത് കയറി പോകും. ഒരു നൂല് പോകുമ്പോൾ ഒരു അടി അടിക്കണം. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓ, നല്ല പണി തന്നെ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡ് ചുറ്റാൻ 6 ആൾ വേണം. പിന്നെ ഇത് ചുറ്റാനും വീട്ടിൽ ഭാര്യയോ അമ്മയോ ആരെങ്കിലും ഒരാൾ വേണം. അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ 2 ദിവസം കൊണ്ട് ഒരു സാരി ആവുള്ളൂ. മുണ്ടാണെങ്കിൽ 1 ദിവസം കൊണ്ട് ഒരു മുണ്ടാവും. ഒരു നൂല് പോകുമ്പോൾ ഓരോ അടി അടിക്കണ്ടേ? കണ്ടില്ല, ഓരോ നൂലിനും കയറ്റിക്കൊണ്ട് തന്നെ വേണം. അപ്പോൾ ഇതിലൊരു നൂലുണ്ടെങ്കിൽ ഇതിലൊരു നൂലുണ്ടാവും. അപ്പോൾ 2 നൂലും കൂടിയിട്ടാണ് ഇതാ ഈ രണ്ട് നൂലും കൂടിയിട്ടാണ് ഇതാ ഇതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിൽ ഈ 2 നൂലേ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു സാരി വന്നിട്ട് 6.25 മീറ്ററാണ്. അപ്പോൾ വിത്ത് ബ്ലൗസ് കൂടും കൂടിയിട്ടാണ് ഈ സാരി ഉണ്ടാവുന്നത്. 5.5 മീറ്ററാണ് ഓൾറെഡി ഒരു സാരി. ബാക്കിയുള്ള നമുക്ക് കറക്റ്റ് ബ്ലൗസിന് എടുക്കാം. 48 ഇഞ്ച് വീതിയുള്ളത് കൊണ്ട് 75 സെൻറ്റിമീറ്റർ ബ്ലൗസിന് മതി. അപ്പോൾ ഒരു അടിക്കണമെങ്കിൽ എത്ര പണിയുണ്ട്. അപ്പോൾ ഒരു നൂല് പൊട്ടിയാലും നമ്മൾ ഒരു നൂലെടുത്ത് ജോയിൻ്റ് ആക്കിയിട്ട് വേണം, കയറ്റിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ. ഇരിക്കൂ, ഇരുന്നോളൂ. അല്ല ഇരുന്നോളൂ, ഞാൻ പറഞ്ഞു തരാം. ഇരിക്കൂ. അല്ല, ഇത് കൊണ്ട് വലിച്ചു നോക്കാമല്ലോ ഇങ്ങനെ. നോക്ക് കെട്ടുപണിയാവോ? ഒരു പണിയാവില്ല, ഞാൻ ഒക്കെ റെഡി ആയിക്കോളാം. ഇങ്ങനെ പിടിക്കാം. കൈകാല് മാറ്റി കൈ കൊണ്ടോണം. ഫ്രീ ആയിട്ട് അങ്ങനെ സെൽഫിയുള്ളതാ. പേടിക്കേണ്ട, ഒട്ടുമൊന്നും പേടിക്കണ്ട. നമ്മളുണ്ടല്ല, ഞങ്ങൾ ശരിയായിട്ട് എടുക്കാം. അടിപൊളി, അങ്ങനെ പഠിച്ചുവിട്ടാ. കാല്, കൈ, കണ്ണ് ഈ 3 വേണം. ഈ കാല് ചവിട്ടാനും വീതി കൂടിയില്ലപ്പോ. ഇത് ഇത്രയ്ക്ക് നിങ്ങൾ ഇവിടെ വീതി കൂടി. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടി? നല്ല പണിയാണ്. നല്ല പണിയാണ്. ഇത് അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, മിഷൻ മെയ്ഡ് ആവുമ്പോൾ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് എത്രയോ അടിച്ചിറക്കാം. ഇത് ആള് ഊണ് കഴിക്കാൻ മാത്രം അതിന്റെ മുകളിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സന്തോഷമായില്ലേ? അടുത്തന്നെ 2 കിലോമീറ്റർ ഉണ്ട്. രാവിലെ വരും, ഉച്ചയ്ക്ക് പോകും. ഉച്ചയ്ക്ക് കൊണ്ടിട്ട് വന്നിട്ട് വീണ്ടും പണി. ആളുടെ മോൻ ഇവിടുത്തെ മാനേജറാണ്, ഓൾ ഇൻ ഓൾ. പിന്നെ മോള് ഗോഡൌണിലെ ഓൾ ഇൻ ഓൾ ആണ്. എല്ലാവർക്കും ഭാര്യ, അമ്മ, അച്ഛനൊക്കെ ഉണ്ടല്ലോ, പോയി ഒരുമിച്ച് ഇരുന്ന് പിന്നെ പോയ അല്ല ഭാര്യക്ക് അമ്മയ്ക്ക് അച്ഛനൊക്കെ ഉണ്ട്, അവർക്ക് ചോറ് വെച്ച് കൊടുക്കുന്നുണ്ടോ. അപ്പോൾ പോയാൽ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഉണ്ടുമ്പോൾ അതിൻ്റെ സുഖം വേറെയല്ലേ. ഒരു പിടി ചോറെങ്കിലും ഒരു പിടി ചോറ് ഒരു കൂട്ടാൻ വെച്ചിട്ട് നിങ്ങൾ വിളിച്ചോളൂ, അമ്മ നിങ്ങൾ വിളിച്ചോളൂ. അതന്നെ അങ്ങനത്തെ കാലാണിപ്പോ. അങ്ങനെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റും. ഇല്ലേ, നമ്മുടെ വീട്ടിലുണ്ട്, നടന്നുകൊണ്ട് ശരി. അപ്പോൾ നേരത്തെ ഉടുത്തു നോക്കിയത് നിറയെ കസവുള്ളതായിരുന്നു. അതിനെന്തിട്ട് പറയാ പേര്? ജെറി വർക്ക് എന്നും പറയാ, കസവ് വർക്ക് പറയാ. സെൽഫ് ആയിട്ട് വരുന്നുണ്ട്, നല്ല വർക്കാണ്, സോഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അല്ലാത്ത ടൈപ്പ് ഒരെണ്ണം ഞാൻ നോക്കാണ് കേട്ടോ. എനിക്ക് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടേ, അത് നോക്കാണ്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓണറിനെ നമുക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായി. രാജു എന്നാണ് ആളുടെ പേര് അല്ലേ? ഫുൾ നെയിം എന്താ? എൻ്റെ രാജ്കുമാർ എന്നാണ്. അപ്പോൾ രാജു എന്നാണ് എല്ലാവരും വിളിക്കുക.
പൃഥ്വിരാജിനെ രാജു എന്ന് വിളിക്കണ പോലെ അല്ലേ? ഭയങ്കര പൃഥ്വിരാജിന്റെ ഹൈറ്റ് തന്നെയുണ്ട് കേട്ടോ ആള്. അയ്യോ, ആൾക്കൊരു പാർട്ട്ണറും കൂടി ഉണ്ട്, ഒരു ചേട്ടനുണ്ട് അല്ലേ? എൻ്റെ പാർട്ട്നേഴ്സാണ്. ആ, രണ്ടുപേരും ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തവരാണ്. അപ്പം അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ശരിക്കും ചേച്ചി ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞത് ശരിക്കും ഞങ്ങൾക്കാണ് ഇവരിനെ കാണാൻ ഭാഗ്യം. അജൂസ് വ്ളോഗിനെ അപ്രതീക്ഷമായിട്ട് കണ്ടെത്തി. അപ്പോൾ ഒരു വ്ളോഗർ വന്നിട്ട് താഴെ റിസപ്ഷനിൽ പറഞ്ഞെങ്കിലും കണ്ടപ്പോഴാണ് അറിഞ്ഞത്. ഞങ്ങളുടെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ? വീഡിയോ കണ്ടിട്ടുണ്ട്. ഒരു വീഡിയോസ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടുപോയിട്ടുണ്ട്. ശരിക്കും എത്തിയപ്പോൾ ഒത്തിരി സന്തോഷം. അപ്പോൾ ഒത്തിരി വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാ കളക്ഷൻ കിട്ടിയോ? ആ, ഏതാണ്ടൊക്കെ ഞങ്ങള് നോക്കിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതെ. കൂടാണ്ട് ചേച്ചിയുടെ സബ്സ്ക്രൈബർ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ പ്രത്യേകം ഒന്ന് പറഞ്ഞാൽ മതി. ഇവിടെ മൊത്തം നോർമൽ എല്ലാ ഡ്രസ്സിനും ഒരു 15% കിഴിവുണ്ട്. എല്ലാത്തിനും 15 അതെ? ഇത്ര വരാണ്. ഞങ്ങൾ ഹോൾസെയിലാണ്. ഹോൾസെയിൽ ആയ കാരണം നിങ്ങൾ വില ശരിക്കും ഇവിടെ വന്നിട്ട് ഒരു 3-4 ഷോപ്പിൽ അന്വേഷിക്കാം. കാരണം ഞങ്ങൾ അത്രയും ഗ്യാരണ്ടി തരുന്നത്, അത്രയും കുറവാണ്. ഇന്നത്തെ ദിവസമാണ് തിരക്ക് കുറവ്. നോർമൽ എല്ലാ ദിവസവും നല്ല തിരക്കായിരിക്കും. ഞങ്ങൾ വന്ന സമയത്ത് ഇത്തിരി തിരക്കായിരുന്നു. അതെ അല്ലേ? പിന്നെ ഞങ്ങള് ഇങ്ങടെ അപ്രതീക്ഷിതമായിട്ട് ഈ കടയിൽ വന്ന് പെട്ടെന്ന് കേട്ടാ. കുറെ അവിടെ നിന്ന് ഒട്ടിട്ട് നിറയെ കടകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നു. പിന്നെ ഈ ചാനൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ എയർ ഹാൻഡ്ലൂംസിന്റെ ഷോർട്സ് കണ്ടിട്ടുണ്ട്. സന്തോഷം. ഇത്രയും വലിയൊരു ചാനലുകാരെ നമ്മുടെ ചാനൽ കണ്ടുവരുമ്പോൾ ഒരു സന്തോഷം. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. അതെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടാ. അപ്പൊ നിങ്ങളൊക്കെ ഈ കട ഈ മറ്റേ കുത്താമ്പള്ളിക്ക് വരുമ്പോ എയർ ഹാൻഡ്ലൂംസിലേക്ക് കൂടേണ്ട ഇവര് യൂട്യൂബ് പോലെ തന്നെ നേരിട്ട് വൈബ് ടീമാട്ടോ. അതിൽ പറയുന്ന പോലെ മാത്രമല്ല, നേരിട്ട് നല്ല കമ്പനിയാണ്. ചേച്ചിയാണെങ്കിൽ ഏട്ടനാണെങ്കിലും ചേച്ചി എല്ലാവരും. അപ്പോൾ ഇതുപോലെ തന്നെ അജൂസ് വ്ളോഗ് ഒരുപാട് മുന്നോട്ട് പോകാൻ ഞാനും നമ്മുടെ കുടുംബം ARലെ കുടുംബങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നല്ല വൈബുള്ള ആൾക്കാരാണ്. അജൂസ് വ്ളോഗ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ചേച്ചി എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ അജൂസ് വ്ളോഗ് ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് കേട്ടോ. സന്തോഷമുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്ക് തെറ്റിക്കില്ല കേട്ടോ. അജൂസ് വ്ളോഗുമായിട്ട് അജൂസ് വേൾഡ് വീഡിയോസ് കാണുന്നവര് കണ്ടിട്ട് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടെന്നാണ് പറയണേ. ഇപ്പൊ ഞാനൊരു കാര്യം ചേച്ചി, ഇവിടുത്തെ സ്റ്റാഫും കടയൊക്കെ ഇഷ്ടമായോ? ഇഷ്ടമായി തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്തത്. അല്ലെങ്കിൽ ചെയ്യില്ല, ഞങ്ങൾ ചെയ്യില്ല. സന്തോഷമുണ്ട്. ശരി, അപ്പോ ശരി. അപ്പൊ കനത്ത ഒരു ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ രത്നകുമാരി ചേച്ചിനെയും കൊണ്ട് പോവാണ്. ഞങ്ങൾക്ക് ഈ ചേച്ചിനെ ഭയങ്കര ഇഷ്ടമായി. ഈ ചേച്ചി മാത്രമല്ല കേട്ടോ, അവിടുത്തെ സ്റ്റാഫൊക്കെ അതേ ഈ വാച്ച്മാൻ ചേട്ടൻ തൊട്ട് പിന്നെ അവിടെ ഞങ്ങളുടെ എല്ലാ സ്റ്റാഫും ഭയങ്കര ഫ്രണ്ട്ലിയാ നമ്മുടെ അടുത്ത്. ഇപ്പൊ കണ്ടില്ല, കൈത്തറിയുടെ ചേട്ടൻ നമ്മുടെ ഒപ്പം പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ വരാ. അങ്ങനെ അപ്പോൾ ഭയങ്കര രസമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അപരിചിതത്വമൊന്നും തോന്നില്ല. പിന്നെ നാളെ തന്നെ വരും. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതന്നെ, ഇഷ്ടംപോലെ സ്ഥലം. അപ്പൊ എല്ലാവർക്കും കുത്താമ്പുള്ളിയിലെ AR ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം. ശരി ട്ടാ, ബൈ. ശരി.